ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ആര്യ ബഡായും അതേപോലെ തന്നെ നമ്മളുടെ സുബിനും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇന്ന് കഴിഞ്ഞു എന്നുള്ളൊരു ന്യൂസാണ് കണ്ടത്. അപ്പോൾ ആര്യനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ആര്യ ബഡായി ബംഗ്ലാവിലൂടെ വളരെയധികം പ്രസിദ്ധി നേടിയതാണ്. അതിനുശേഷം ബിഗ് ബോസിൽ ഒരു സീസണിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് സുബിനും നമുക്കറിയാം. സുബിനും കഴിഞ്ഞ സീസൺ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട്. പല പല വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിലും ബിഗ് ബോസിലൂടെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുള്ളി അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാൾക്കാരെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് വളരെ ഔചാരിതമായിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഫീഡിൽ പോയപ്പോഴത്തേക്കും ഈ ഒരു ന്യൂസ് കണ്ടത്. മനോരമ ഓൺലൈൻ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ന്യൂസ് കണ്ടത്. അപ്പൊ ജസ്റ്റ് ഞാൻ ന്യൂസിന്റെ ഹെഡ്ലൈൻ വായിക്കാം. എന്റെ മകൾക്ക് ഇപ്പോൾ നീ ഡാഡി. നടി ആര്യ ബാബുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. വരൻ ബിഗ് ബോസ് താരം സിബിൻ. ഞാൻ സുബിൻ എന്നാണ് പറഞ്ഞത്, സിബിൻ മാറിപ്പോയാണ്. ഓക്കെ. അപ്പൊ അതില് അവരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാണ്ടി പോകുന്നത് ഈ ഒരു ഫേസ്ബുക്ക് ഈ ഒരു ന്യൂസിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ആണ്. നമ്മൾ പലപ്പോഴും എന്താ പറയാ, ഈ ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്കും ഒരാളുടെ ലൈഫിൽ വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അല്ലേ. അത് വേറെ ഒരു ന്യൂസാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, എന്നാലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഒരു വിവാഹം എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ പോകുമ്പോഴത്തേക്കും പല വ്യക്തികളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സക്സസും പല നല്ല കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഈ ഒരു പോസ്റ്റിന്റെ ഇടയിൽ പല ആൾക്കാരും എന്താ പറയുക, നെഗറ്റീവ് കമന്റ്സ് ചെയ്യാറുണ്ട്. അസൂയ മൂലമോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലത്തെ കമന്റ്സ് സെയിം ഈ ഒരു പോസ്റ്റിന്റെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കമന്റ്സ് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ ഒരു കമന്റ് ആണ് നീതി എസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നിന്നെ ചുറ്റിപ്പറ്റി കുറച്ച് പബ്ലിസിറ്റി കിട്ടണം, അല്ലാതെ വല്ലവരുടെയും മോളെ സ്നേഹിക്കാൻ അവനെന്താ പ്രാന്തോ, കുറച്ചു കഴിഞ്ഞാൽ പോടി എന്ന് വിളിച്ചാൻ പോകും. ഇതൊക്കെ നമ്മള് എന്താ പറയാ, അവരുടെ ഒരു ഫ്യൂച്ചർ നിശ്ചയിക്കാൻ വേണ്ടി നമ്മളാരാണ്? അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മൾ ഇതേപോലത്തെ നെഗറ്റീവ് കമന്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഇത്ര ബാഡ് ആയിരിക്കണം. അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സുബിൻ എന്ന വ്യക്തി ആര്യ മാരേജ് ചെയ്യുന്നുള്ള പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ല, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, അവര് എത്ര കാലം ഇനി ഫ്യൂച്ചർ ചിലപ്പോ ഫുള്ളും അവര് ഒരുമിച്ച് തന്നെ ജീവിച്ചാലോ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഭയങ്കര ഒരു വെറും വാക്കായി പോകൂലേ, ഭയങ്കര നെഗറ്റീവ് ഇതായി പോകൂലേ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പരാമർശങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കുക. അടുത്തൊരു കമന്റ് നമുക്ക് നോക്കാം. പിള്ളേരുടെ ഒരവസ്ഥ, ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവരൊക്കെ ഡാഡി എന്ന് വിളിക്കേണ്ടതെന്ന്. ഇതൊക്കെ എത്ര പ്രാകൃതമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഈ ആര്യ എന്ന് പറഞ്ഞ ആള് കാണുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുകയാണ്, ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഭയങ്കര മോശം കമന്റ്സ് ആണ്. നമ്മളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളും നടക്കുന്നില്ല, മറ്റുള്ള ലൈഫിൽ നല്ല കാര്യം നടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന അസൂയായിട്ടുള്ള കാര്യമാണ് ഇത്. എന്താ പറയാ, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കമന്റിൽ ഇടാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ കമന്റ് ഇട്ടേക്കുന്ന ആളുടെ പേര് പറയുന്നത് ബാലുകുമാർ എന്നാണ് പേര് കാണുന്നത്. അപ്പൊ ഒരു അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ചങ്ങായിട്ടുള്ള ആൾക്കാരോ അല്ലതും ഈ കമന്റ്സ് കാണുമ്പോഴത്തേക്കും പുള്ളിനെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു ധാരണ എന്തായിരിക്കും, ഇത്രയും ക്വാളിറ്റികൾ ഉള്ളോ ഈ മനുഷ്യൻ എന്നായിരിക്കും തോന്നുന്നത്. ഓക്കെ, അടുത്ത ഒരു കമന്റിലേക്ക് നമുക്ക് പോകാം. പെൺകുട്ടിയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഡാഡി എന്ന് രണ്ടക്ഷരത്തിൽ അച്ഛൻ ആകണമെന്നില്ല. ബ്ലഡ് റിലേഷൻ എന്നും അങ്ങനെ തന്നെയായിരിക്കും. മറ്റുള്ള ബന്ധങ്ങൾ വെറും വിശ്വാസം മാത്രം. അതായത് ഈ കമന്റ് ഇട്ടെടുക്കുന്നത് ഡ്രസാസികല സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട ഒരു പേരാണ്. അപ്പൊ അവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻ ആണ് ശരിക്കുള്ള റിലേഷൻ, ബാക്കിയുള്ള റിലേഷനൊക്കെ ഒന്നും വേറെ കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ അല്ല എന്നുള്ള പറയുന്നത്. നമ്മൾ എത്രയോ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, സ്വന്തം ബ്ലഡ് റിലേഷനിൽ തന്നെ ഉള്ള കുട്ടികൾക്ക് പീഡനം അനുഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പല ന്യൂസും നമ്മൾ കണ്ടിട്ടില്ലേ, സ്വന്തം അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നൊക്കെ ഉള്ള ന്യൂസും വാർത്തകളും. അതിൽ പല ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നതും നമ്മൾ പല സമയത്തും നമ്മൾ ന്യൂസിൽ വായിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ബ്ലഡ് റിലേഷൻ മാത്രമാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല.
അതേപോലെ തന്നെ ബ്ലഡ് റിലേഷൻ അല്ലാത്ത ആൾക്കാരും എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിരിക്കൂല എന്ന് നമുക്ക് തികച്ചും പറയാനും പറ്റൂല. രണ്ട് ഇതിലും രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ അതിലും. ഇപ്പോ ഈ ഒരു ഇതിലും ഇപ്പൊ നമ്മൾ ചില അനാഥാലയങ്ങളോ അല്ലെങ്കിൽ ഓർഫനേജൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ, അവരൊന്നും അവരുടെ ബ്ലഡ് റിലേറ്റീവ്സ് അല്ല. ജസ്റ്റ് ഈ ഒരു മനുഷ്യത്വം ഉള്ളതുകൊണ്ടിട്ട് അവര് ഈ ഒരു കാര്യങ്ങൾ പ്രൊട്ടക്ട് അവിടുത്തെ കുട്ടികളെ അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന മാതാപിതാക്കളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ സ്നേഹത്തോട് നോക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് ബ്ലഡ് റിലേഷൻ മാത്രമാണ് ഇത്രയും ഇതെന്ന് പറയാൻ പറ്റൂല. ശരിക്കും നമ്മൾക്ക് വിവരമില്ലാത്ത ഒരു ആളുടെ കമന്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. എത്ര ഡാഡ് വരാൻ കിടക്കും, അത് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ് ആണ്. അതിനോടൊന്നും ഞാൻ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര ഷിൻഡോ ഡേവിസ് എന്നൊരു പുള്ളിയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ എല്ലാ കമന്റ്സും വായിക്കുന്നില്ല. ഇതിൽ അത്യാവശ്യം എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന കമന്റ്സ് മാത്രമേ ഞാൻ വായിക്കുന്നത്. അതിൽ ചില ആൾക്കാരൊക്കെ നല്ല കമന്റ്സ് കിട്ടുന്നുണ്ട്. അതായത് സ്നേഹിക്കുന്നവർ ഒരുമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമന്റ്സ് കിട്ടുന്നുണ്ട്. വളരെ നല്ല കാര്യം. വേറൊരു അമേറിൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കിട്ടേക്കാണ് 15 ദിവസം ഉണ്ടാകുമോ എന്നുള്ളത്. അതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി നമ്മളാരാണ്? അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്. നമ്മളെന്തിനാണ് അതിലേക്ക് നിശ്ചയിക്കുന്നത്? ഇത്രയും ഹെയ്റ്റ് സ്പീച്ച് എന്തിനാണ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്? അവരവരുടെ പേഴ്സണൽ ലൈഫ് ജീവിക്കട്ടെ. അതിൽ നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക. വേറെ അവരുടെ നല്ല മൂമെന്റിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് അയാളുടെ അധ്വാനത്തിൽ നിന്നിട്ട് അയാളൊരു നല്ലൊരു വീട് വെച്ച്, അപ്പൊ ആ വീട് വെച്ച് വെക്കണ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ അഭിനന്ദിക്കുമല്ലേ? അവരുടെ കമന്റിൽ പോയിട്ട് വളരെ നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കും, നല്ല സ്മൈലി ഇടും, ലൈക്കൊക്കെ കൊടുക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ വീട് ഒരു വർഷം നിൽക്കുക, അല്ലെങ്കിൽ അടുത്ത ഭൂമിയിൽ പോവാട്, അല്ലെങ്കിൽ അടുത്ത മഴയിൽ ഒലിച്ചു പോകും എന്നൊക്കെ പറയണത് എന്ത് മാനസികാവസ്ഥയിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതേപോലെയൊക്കെയാണ് ഈ ഒരു കമന്റിനെയൊക്കെ ഞാൻ നോക്കിക്കാണുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുക. അല്ലാണ്ട് അതിനെയൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ മോശം. നമുക്ക് വിമർശിക്കാം. നമ്മൾക്ക് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരാൾ നമുക്ക് വിമർശിക്കാം, അവരുടെ പ്രവൃത്തി നമുക്ക് വിമർശിക്കാം. പക്ഷെ ഇവര് അവരുടെ ലൈഫിൽ മറ്റാരുടെയും ഇതിലിടപെടാതെ അവരുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലൊരു സംഭവം വരുമ്പോഴത്തേക്ക് അവര് എന്താണ് ഹാപ്പിനെസ് ആയി സ്പ്രെഡ് ചെയ്യുന്നവര് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മള് ഇങ്ങനെ ഇതേപോലത്തെ ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മളാരാണ്? അടുത്ത കുറച്ച് കമന്റ്സ് നോക്കാം. ഒരു കമന്റാണ് രാമകൃഷ്ണനൊക്കെ എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇതിലെങ്കിലും ഉറച്ചു നിന്നാൽ കൊള്ളാം. ഇതില് ഉറച്ചു നിൽക്കണോ വേണ്ട എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കേണ്ടത് അവരുടെ ലൈഫാണ്. അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ കൊള്ളാം എന്നുള്ള ഇത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആരുടെ ഫസ്റ്റ് മാരേജിന്റെ നേരത്തെ വിവാഹത്തിന്റെ ഇന്റർവ്യൂസ് കണ്ട ആൾക്കാർക്ക് അറിയാം എന്താണ് അതിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതൊന്നും കാണാതെയാണ് ഇതിൽ ഉറച്ചു നിന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു മാരേജ് ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു കപ്പിൾസ് ഇത് ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫാണെങ്കിലും അവർ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കും. മാക്സിമം സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാം സഹിച്ച് അതാണ് ഇങ്ങനെ നിൽക്കേണ്ട. പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാം സഹിക്കുന്ന ഒരു കുലസ്ത്രീ ആയിട്ടുള്ള ഒരു ഭാര്യ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം ഈ ഒരു കാലഘട്ടത്തിലില്ല. നമ്മൾക്ക് ആ ഒരു മാരേജ് വർക്കാവുന്നില്ല. നമ്മൾ കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ച് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് വർക്കായില്ലെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക അതിൽ ഡിവോഴ്സ് ചെയ്ത് പോകാനായിട്ടുള്ള നിയമസാധ്യത ഉണ്ട്. അതിനാണ് ഡിവോഴ്സ് എന്നുള്ള കാര്യം വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ഡിവോഴ്സ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും മാരേജ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ നമ്മൾ അതിൽ ഇത്രയും ഹെയ്റ്റ് സ്പീച്ചും അസൂയൊക്കെ സ്പ്രെഡ് ചെയ്യണം വളരെ ഈ ഒരു കാലഘട്ടത്തിൽ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇതിൽ വേറെ കമന്റ് വന്നിരിക്കുന്നതാണ് മനോജ് മനു എന്ന് പറഞ്ഞിട്ട് മാക്സിമം 2 വർഷം എന്നുള്ളത്. മാക്സിമം 2 വർഷമായാലും ഇത്ര വർഷമായാലും എന്താണ് കുഴപ്പം? ഈ വർഷമൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി നമ്മളാരാണ്? അതുപോലെ ഈ എന്താ പറയാ മാരേജ് എന്നുള്ള സംഭവം, മാരേജ് ഒക്കെ എപ്പോഴാണ് മാരേജ് ഉണ്ടായെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ലോകവും മനുഷ്യനും ഉണ്ടായ കാലത്ത് തന്നെ മാരേജ് ആ സമയത്ത് പൊട്ടി വന്നതൊന്നുമല്ല. അത് ഇങ്ങനെയുള്ള ഒരു സമൂഹം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു മാരേജ് എന്നുള്ളൊരു ഇതുണ്ടായത്. പണ്ട് കാലങ്ങളിൽ മനുഷ്യനും ഗോത്രവർഗമായിട്ട് താമസിക്കുന്ന സമയത്ത് ഇതേപോലെ മാരേജ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ
എന്താ പറയാ, സ്ത്രീയാണ് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുന്നത്. പുരുഷൻ ഇണചേർന്ന് കഴിയുമ്പോഴത്തേക്കും സ്ത്രീയെ വിട്ടുപോകും. പിന്നെ കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ ആയിരിക്കും നോക്കുന്നത്. അല്ലാതെ കുട്ടികൾക്ക് അച്ഛൻ അമ്മ എന്നുള്ള രണ്ട് ആൾക്കാരില്ല അവിടെ. അമ്മ മാത്രമാണുള്ളൂ. അമ്മേനെ കുട്ടിയെ നോക്കണം. ആ അമ്മ മാത്രമല്ല, മറ്റ് അമ്മമാർ ചേർന്നിട്ടായിരിക്കും ആ ഒരു കുട്ടീനെ വളർത്തുന്നത്. അപ്പൊ ഈ മാരേജ് എന്നുള്ള സംഭവമൊക്കെ എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെ ഉണ്ടായെന്ന ഉള്ള ഒരു അറിവുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കമന്റ്സ് ഒന്നും ഇടില്ല. നമ്മൾ ജസ്റ്റ് കണ്ണടച്ച ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മളുടെ വിവരമില്ലായ്മ നിന്നിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ പല പല ബുക്സ് വായിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. അതിൽ പല പല നല്ല നല്ല വീഡിയോസ് കാണാറുണ്ട്. നല്ല അറിവ് കിട്ടുന്ന വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പഠിക്കുക. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു കമന്റ് ആണ്, 1 മാസം അത് കഴിഞ്ഞാൽ ഡിവോഴ്സ്. ഡിവോഴ്സ് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അല്ല, കുറച്ച് നാളായിട്ട് ഡിവോഴ്സ് എന്നുള്ള ഇതുണ്ട്. അത് ഏറ്റവും നല്ലൊരു ലീഗൽ സൈഡാണ് മാരേജിൽ നമ്മൾക്ക് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ ലീഗൽ ഡിവോഴ്സ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഒറ്റക്ക് ജീവിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒരു മാരേജ് ചെയ്യണമെങ്കിൽ ലീഗലി മാരേജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ്, മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള നല്ലൊരു ന്യൂസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ വളരെ മോശമായിട്ട് കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ മോശമാണ്. ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള സമൂഹത്തിന് ചേർന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല. നമ്മളെപ്പോഴും മുന്നോട്ടാണ് പോകൊണ്ടിരിക്കുന്നത്. പഴയ കാളവണ്ടി ജീവിതത്തിലേക്ക് പോകാതിരിക്കുക. സോ എപ്പോഴും നല്ല ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക. കമന്റ്സിലാണെന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.